വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പം നമ്മൾ ഓഫ്ലൈനിൽ ഇപ്രാവശ്യം നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇവിടെ മൈൻഷാഫ്റ്റ് കാര്യങ്ങൾ അല്ല മൈനിങ് ഏരിയ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ കുറച്ച് ഇമ്പ്രൂവ് ആക്കാനുണ്ട്. മൈനിങ് ഏരിയ നമുക്ക് എന്താക്കണം, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം, കുറച്ചും കൂടി അടിയിലേക്ക് ഇറക്കണം. പിന്നെ നമുക്കൊരു ഫാം ഉണ്ടാക്കണം, കൃഷി ഫാം ഉണ്ടാക്കണം. ഫുഡിന് വേണ്ടിയും പിന്നെ വൂളിന് വേണ്ടിയൊക്കെ നമ്മൾ ഫാം ഉണ്ടാക്കണം. ഇതൊന്ന് വെച്ചാട്ടെ. ഓക്കെ, ഓക്കെ. ഇനി ആദ്യം നമ്മൾ ഇതൊക്കെ ഒന്ന് പൊടിക്കുക. ഇതിന് സീഡ് കിട്ടും. സീഡ് ഒരു സീഡ് ഗൈസ്, ഇതാണ് സീഡ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചെസ്റ്റിൽ പോയിട്ട് അതിലുണ്ടോ സീഡ് ഉണ്ടോ നോക്കാം. ചെസ്റ്റിൽ 2 സീഡുണ്ട്. പിന്നെ വേറെ എന്തുണ്ടോ? വേറെ ഒന്നുമില്ല. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതേപോലെ ഇവിടെ ആയിട്ടുണ്ടാക്കല്ലേ. നമ്മൾ ആദ്യം പോയൻ്റെ അടുത്ത് ഇതൊക്കെ നോക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഡേർട്ട് കൊണ്ട് നോക്കാം. കുറച്ച് ഡേർട്ട് എടുത്തിട്ടുണ്ട്. ഡേർട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഈ അരുവിൽ നിന്ന് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഹോൾ ഉണ്ടാക്കണം. അതിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റോൺ വേണം നമുക്ക്, പിന്നെ സ്റ്റോണും സ്റ്റിക്കും വേണേ. സ്റ്റിക്കും വേണം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. അതിൽ ഹോൾ ഉണ്ടാവും, സ്റ്റോൺ ഹോളുണ്ട്. ആ സ്റ്റോൺ ഹോൾ നമുക്കൊന്ന് ഉണ്ടാക്കാം. അതിന് ശേഷം സ്റ്റോൺ ഹോൾ എടുക്കുക. ഇതേപോലെ പോയിട്ട് നമ്മൾ ഇപ്പം വെച്ചില്ലേ ആ സ്ഥലത്ത് ഇതേപോലെ ഹോൾ ചെയ്തു. നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ കയ്യിൽ എത്ര സീഡ് ഉണ്ടെങ്കിൽ, എൻ്റെ ഇപ്പോൾ 4 ആ 4 സീഡ് ഇതേപോലെ വെച്ചെടുക്കുക. ഇനി ഇത് വളർന്ന് വന്നിട്ട് നമുക്ക് വീറ്റായിട്ട് കിട്ടും. വീറ്റാകുമ്പോൾ നമുക്ക് ഷീപ്പിനെ കൂട്ടിലാക്കാൻ നമുക്ക് ഷീപ്പിനെ ഇതേറ്റ് നമുക്ക് വരുത്താം. ഇനി നമുക്കുള്ള പണി എന്ന് വെച്ചാൽ നമുക്ക് സാൻഡ് മൈൻ ചെയ്യാൻ പോകും. അപ്പം സാൻഡ് മൈൻ ചെയ്യാൻ വേണ്ടി ഇതവിടെ നമ്മളെ വീടിന് മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൈൻ ചെയ്യുക. ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഒരു പാലം പോലെ ഉണ്ടാക്കിയില്ലേ, ഞാൻ കാണിച്ചു തരാം.
ഇതിങ്ങനെ വന്നിട്ട് ഇതാ ഈ പാലത്തിൻ്റെ സെൻറ്റർ ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മൾ എന്താക്കും, ഒരു ഇതാ ഈ ഭാഗത്തായിട്ട് ഇതാ സാൻഡ് ഉണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ടണൽ പോലെ ഇങ്ങനെ കുഴിക്കും. ഇത് കുഴിച്ചിട്ട് അതിൻ്റെ സൈഡിലും ഒക്കെ കുഴിച്ച് കണ്ട് നമ്മളെന്താക്കും, അതിൻ്റെ സൈഡിലൊക്കെ ഗ്ലാസ് ഇടും. ഈ സാൻഡ് ഉരുക്കിയിട്ട് നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മളത് ഉരുക്കി സാൻഡ് ഉരുക്കിയതിന് ശേഷം ഗ്ലാസ് ഉണ്ടാക്കി അതിൻ്റെ സൈഡിലൊക്കെ ഇടും. എന്നിട്ട് അടിയിലാണ് നമ്മളെ റൂം ഉണ്ടാവുക. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. അപ്പോൾ ആദ്യം നമുക്ക് സാൻഡ് മൈൻ ചെയ്യാം. അതിന് ഷവലെടുക്കുക. ഒരു 1.5 സ്റ്റാക്ക് ഒരു സ്റ്റാക്ക് ഒക്കെ മതിയാവും. പിന്നെ ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് സാൻഡ് മൈൻ ചെയ്യാം. ഇനി ഇപ്പം നമ്മളൊരു 23 സ്റ്റാക്ക് ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഇതെങ്ങനെ ഉരുക്കാന്ന് പറഞ്ഞത്, ഫർണസ് പോവുക. ആദ്യം നമ്മൾ കോള് ഇവിടെ വെക്കണം. ഇതിപ്പോൾ ചാർക്കോളാണ്, ചാർക്കോളും ഉപയോഗിക്കുക കോളും ഉപയോഗിക്കുക. ഇപ്പം ഞങ്ങളുടെ ചാർക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് ശേഷം ഈ ചാർക്കോൾ എങ്ങനെ ഉണ്ടാക്കുകയാണ്, ഇവിടെ മരം വെക്കുക, ഇവിടെ മരം വെക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഫ്യൂവലായിട്ട് ചാർക്കോൾ കൊടുക്കുക. അതിന് ശേഷം സാൻഡ് ഇവിടെ വെച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിങ്ങനെ ആയതിനു ശേഷം നമുക്ക് ഇവിടെ ഒരു സാധനം ഗ്ലാസ് കിട്ടും. ഗ്ലാസ് കിട്ടും. ഇതുണ്ട്, ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാവണ വരെ വെയിറ്റ് ചെയ്യുക. ആവണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കുഴി റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ലാഡർ കുറച്ച് കൊണ്ടുപോകണം. ഇന്ത്യയിലിപ്പോൾ 3 ലാഡർ ഉണ്ട്. ഇനി ലാഡർ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് മതി. ശേഷം ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തതിന് ശേഷം ലാഡർ കിട്ടിയത്. ലാഡർ നമ്മൾ 6 ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോൾ 9 നമ്മളതിൽ. ഇനി നമുക്ക് കുഴിക്കാൻ പോവുക. പിക്കാക്സ് എടുക്കുക. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് കുഴിക്കുക. ഇപ്പം നമ്മളിൽ 9 ലാഡർ ഉണ്ടായിരുന്നു. 9 നമ്മൾ കുഴിച്ചിട്ടുള്ളൂ. ഇതാ അതേപോലെ ലാഡർ ഒക്കെ കീറുക, ലാഡർ ഒക്കെ കീറുക, ലാഡർ ഒക്കെ കീറുക. ഓക്കെ, ഇത്ര പണിയാണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ സൈഡിൽ വെള്ളം ഉണ്ടോ നോക്കുക. ഇവിടെ ഇപ്പോൾ സൈഡിൽ ഫുള്ള് മണ്ണാണ്. ഇത് നമുക്ക് സൈഡിലൊക്കെ കുഴിച്ച് നോക്കാം. അതിന് മുന്നേ ഞാൻ പോയി കിടന്നു തുടങ്ങിയിട്ട് രാത്രി വരെ സൺലൈറ്റ് കാണും, സൺസെറ്റ്. രാത്രിയായിട്ട് നമുക്ക് സ്ലീപ്പിംഗ്. ഇനി നമ്മൾ നേരെ പോകുന്നു, ഇതിലേക്ക് പോകുന്നു. ഇറങ്ങും മകനെ. ഇനി നമ്മൾ സൈഡിലൊന്ന് കുളിച്ചു നോക്കാം. ഓ ഗൈസ്, വെള്ളമില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഇടുന്നു. ഇനി ഒന്ന് കേടി ചാടാൻ അവിടെ ഒരു ഗ്യാപ്പ്. ഇവിടെ വെള്ളം ഉണ്ടാക്കണം. ചെറുതായിട്ട് ഫ്ലോപ്പായി സംശയമില്ല. ഇവിടെ മീനും മണ്ണായുണ്ട്, വെള്ളം കാണില്ല. അപ്പം നമുക്ക് തണലുണ്ടാക്കാം. ഗ്ലാസിൻ്റെ ആവശ്യം നമുക്ക് വേണേ ചെറിയ പണ്ടാവും. അപ്പം നമ്മളെന്ത് ചെയ്യും? നമുക്ക് അടിയിലേക്ക് കുഴിച്ചതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് കുഴിച്ചിട്ട് അവിടെ റൂം ഉണ്ടാക്കാം. എന്നാലും നമുക്ക് പുറത്തിട്ട് അപ്പോൾ ഗ്ലാസിൻ്റെ ആവശ്യം അല്ലല്ലേ. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്തേക്കായിട്ട് കുറച്ച് കുഴിക്കുക. കണ്ടോ? ഈ സാൻഡിൻ്റെത് വെള്ളമാണ് പറഞ്ഞില്ലേ. കണ്ടോ ഗൈസ്? അങ്ങനെ വെള്ളം നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. വെള്ളം അടച്ചാട്ടെ. അതിന് ശേഷം നമ്മൾ കുടിക്കുക. മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ? ഇല്ല, പക്ഷെ ഇപ്പം വരും ഗൈസ്. വെള്ളം പിന്നെ വന്ന് നമ്മളിങ്ങനെ വെക്കുന്നു, അടയ്ക്കുന്നു. ഇനി പിന്നെയും നമ്മൾ എന്ത് മൈനിങ് ചെയ്യും. പിന്നെയും വെള്ളം വരുന്നു, പൊട്ടിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ മരുഭൂമി കണ്ടിരിക്കുന്നു. ഇപ്പം വേണമെങ്കിൽ ചാവും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അല്ല, ഇതേപോലെ പോകുന്നു, അടിയിൽ കൂടെ പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു. യെസ്, അപ്പം ഇവിടെയാണ് സ്പോട്ട് റെഡിയാക്കിന്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് റെഡിയാക്കാം. ഓക്കെ, ഇത്രയാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഗ്ലാസ് ആവണം. വായിലൊന്നും ഇനി ഇതിൽ നിന്നെടുക്കണം. നീ ഇങ്ങോട്ടൊന്നുമില്ല. അതിന് ശേഷം ഒന്നിവിടെ വെക്കണേ. പിന്നെ അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒരു സാധനം കൂടി. ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ പിടിച്ചാം. ഇനി പോയി ഉണ്ടാക്കാൻ വയ്യ ഗൈസ്.
അവിടെയും അപ്പം നമുക്ക് സുഖമായിരുന്നു ഇങ്ങോട്ട് വരിക അല്ലെ നമ്മളെ ചാടിക്കാണ്ട് വരും. ഇനി അപ്പം ഇത്രയാണ് ഇന്നുള്ളത്. ഇനി ഗ്ലാസ് ആയി നോക്കണം ഗൈസ്. ഗ്ലാസ് 22 23 അപ്പം ബാക്കി പണി ഇതാണ് ഇപ്പം സ്ഥലം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, പീസ് ഔട്ട്.